ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു AMCC ന്യൂ പോഡ്കാസ്റ്റ്. നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അല്ലേ. നമ്മൾക്കൊരു കാലുവേദനയോ കൈവേദനയോ ഒരു ജലദോഷം, പനി അല്ലെങ്കിൽ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു ഫിസിഷ്യനെ കാണും അല്ലേ. ഒരു ഡോക്ടറിനെ കണ്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അത് നല്ലൊരു കാര്യമാണ്, അങ്ങനെ തന്നെയാണ് അത് വേണ്ടത്. എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എത്ര പേര് നമ്മളുടെ മാനസികാരോഗ്യത്തെ പരിഗണിക്കുന്നുണ്ട്? ഒന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയാൽ പലപ്പോഴും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്ക് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ നമ്മൾ തോന്നലുകളാക്കി മാറ്റിക്കളയും, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളത് തള്ളിക്കളയും. നമ്മൾ യാതൊരു രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മൾ ഒരു തെറാപ്പികളിലൂടെയൊക്കെ മാറ്റേണ്ട കേസുകൾ മെഡിക്കേഷൻ വരെ കൊണ്ടെത്തി അത്രയും കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് കൊണ്ടെത്തിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മൾ പരിഗണിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒക്ടോബർ 10 മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ഡേയും കൂടെയാണ്. ഈ ഒരു ദിവസത്തിൽ നിങ്ങളെ ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഒരു പിടി അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്.